അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്ന് സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഭക്ഷണം മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുന്ന പ്രധാന ഘടകമാണ്. ഭയങ്കര ബുദ്ധിശക്തിയായിരുന്നു ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ഭയങ്കര ബുദ്ധിശക്തി എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ പറഞ്ഞു വരുന്ന ചരിത്രം തന്നെ പറഞ്ഞാല് 7ാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു. 10 ലക്ഷം ഹദീസുകൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഹിഫ്ള് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു ഹദീസാവൂല. ഒരു ഹദീസാണെങ്കിൽ കുറെ പണിയുണ്ട്. ഒരു ഹദീസിന്റെ ലഫ്ള് മുഴുവനായും പഠിച്ച് ആ ഹദീസിന്റെ സനദ് പഠിക്കണം. സനദിന്റെ ഇടയിൽ 10 പേരുണ്ടെങ്കിൽ ഒരു ഹദീസ് ഒരാൾക്ക് കിട്ടി, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പരയിൽ 10 ആളുകൾ ഉണ്ടെങ്കിൽ ആ 10 പേരുടെയും താരീഖ് പഠിക്കണം, ചരിത്രം പഠിക്കണം. ഒരാളുടെ താരീഖ് പഠിക്കുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ പഠിച്ചാലേ ഒരാളുടെ ചരിത്രം പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാണ് ജനിച്ചത് എന്നറിയണം, എവിടെയാണ് ജനിച്ചത് എന്നറിയണം, വാപ്പാന്റെ പേരെന്താണെന്നറിയണം, ഉമ്മാന്റെ പേരെന്താണെന്നറിയണം, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയണം, എന്നാണ് മരണപ്പെട്ടത് എന്നറിയണം, എവിടെയാണ് മരണപ്പെട്ടിട്ടുള്ളതെന്നറിയണം, എവിടെയാണ് ഖബറടക്കം ചെയ്തിട്ടുള്ളത് എന്നറിയണം. ഒരു മനുഷ്യന്റെ ചരിത്രം പറയാന്ന് പറഞ്ഞാല് ഏറ്റവും ചുരുങ്ങിയത് 8 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പരയിലുള്ള എല്ലാ ആളുകളുടെയും ചരിത്രം പഠിച്ചിരിക്കണം. അപ്പോഴാണ് ഒരു ഹദീസ് പഠിച്ചു എന്ന് പറയാൻ പറ്റുക. അങ്ങനെ 10 ലക്ഷം ഹദീസുകൾ അൽമാറയിൽ ഉണ്ടായിരുന്നു എന്നല്ല, 10 ലക്ഷം ഹദീസുകൾ ഖൽബിലുണ്ടായിരുന്നു ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്. 12ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. ഫിഖ്ഹിൽ മാത്രമല്ല, ഹദീസിൽ മാത്രമല്ല, തഫ്സീറിൽ മാത്രമല്ല, ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത എല്ലാ വിജ്ഞാന മേഖലയെയും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സ്വായത്തമാക്കിയിരുന്നു. ഷാഫി ഇമാമിനോട് ഒരിക്കൽ തന്റെ ശിഷ്യന്മാര് ചോദിച്ചു, നിങ്ങളുടെ ഈ ബുദ്ധിശക്തിയുടെ പിന്നിലെ രഹസ്യം എന്താണ്? ഇത്രയും വലിയ ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ടായതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും ഒളു ഇല്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എന്റെ ബുദ്ധിശക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഭക്ഷണത്തിന്റെ ശുദ്ധിയാണ് മനുഷ്യന്റെ ശുദ്ധി എന്ന് പറയുന്നത്. പള്ളി ദർസിലെ മുതഅല്ലിമിനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം വീട്ടിൽ മനസ്സറിഞ്ഞ് തയ്യാർ ചെയ്യുന്ന തൃപ്തിപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം. മനസ്സറിഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയുന്നു. അതന്നെയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകവും. അപ്പൊ ഒന്ന് സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം ഉണ്ടാകുന്നു, രണ്ടാമത്തേത് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. അതൊരു മനുഷ്യന്റെ ജീവിതത്തിന് വലിയ മാറ്റം വരുത്തും. ദർസുകൾക്ക് എന്നും പ്രാധാന്യമുണ്ട്, ഏത് കാലത്തും പ്രാധാന്യമുണ്ട് ദർസുകൾക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാൽ ദീനീ രംഗത്ത് നേതൃത്വം നൽകുന്ന കെൽപ്പുള്ള ആളുകളെ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അത് ദർസിന്റെ സന്തതികളാണ് എന്ന് കാണാൻ പറ്റും. 4 ആൾക്കാരുടെ നീച്ചെന്നിട്ട് ചുളിയേറുന്ന വർത്താനം പറയണമെങ്കിൽ ദർസിന്റെ സന്തതികൾക്കാണ് ഏറ്റവും നന്നായി സാധ്യമാവുക. പിന്നെ ദർസ് കൂടെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉസ്താദിന്റെ ഒപ്പം ഇങ്ങനെ നടന്നിട്ട് നിക്കാഹിന്റെ പ്രശ്നം വരുമ്പോ, തൊലാഖിന്റെ പ്രശ്നം വരുമ്പോ, ഫസ്ഖിന്റെ പ്രശ്നം വരുമ്പോ ഉസ്താദ് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുള്ള അനുഭവജ്ഞാനം അത് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ ആളുകൾക്കാണ് മഹല്ലത്ത് കൊണ്ടെടുക്കാൻ വേണ്ടി പറ്റുക. എത്ര എഴുതി പഠിച്ചാലും അനുഭവജ്ഞാനത്തിന്റെ ഒടുക്കെത്തൂല. വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ഒരു മനുഷ്യൻ അനുഭവിച്ച് പഠിക്കുക എന്നതാണ്. ഈ അനുഭവം ദർസിലൂടെ വരുന്ന ആലിമീങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നു എന്നതാണ്. അവർ നേതൃപരമായ പങ്ക് വഹിക്കുന്നതിൽ പ്രധാനികളായിത്തീരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുകൊണ്ട് ദർസിന് എക്കാലവും പ്രാധാന്യമുണ്ട്. ദർസിന്റെ ചരിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നുമുട്ടും. സുഫത്തിന്റെ അഹലുകാരെ മുന്നിൽ നിർത്തി, സുഫത്തിന്റെ അഹലുകാരെ വെച്ചുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചതാണ് ദർസിന്റെ ചരിത്രം. അവിടുന്ന് ഇങ്ങോട്ട് അമ്പിയാക്കൾ, അവിടുന്ന് ഇങ്ങോട്ട് സഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ
ആ മഹത്തായ പാരമ്പര്യം ഇങ്ങനെ കൈമാറി കൈമാറി ഇന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കെടാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ സാധ്യമായി. ബഹുമാനപ്പെട്ട തങ്ങൾ മുതൽ ഒരുപാട് ആളുകൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളെ കുറിച്ചും സയ്യിദന്മാരെ കുറിച്ചും നേതാക്കളെ കുറിച്ചും ഖാദിമാരെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. ഒരു നാട് മഹത്വമാവുക എന്ന് പറയുന്നത് ആ നാട്ടിലെ ആലിമീങ്ങളെ കൊണ്ട് തന്നെയാണ്. പലപ്പോഴും നാടിന്റെ പ്രാധാന്യം അത് തന്നെയാണ്. ഇൽമിന്റെ ആളുകൾക്ക് പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. പൊന്നാനിയുടെ പ്രത്യേകത എന്താ? ഇൽമിന്റെ അഹ്ലുകാർക്ക് പ്രാധാന്യമുള്ള നാടാണ് എന്നതാണ് പൊന്നാനിയുടെ പ്രത്യേകത. മഅബറിന്റെ പ്രത്യേകത എന്താ? ഇൽമിന്റെ അഹ്ലുകാർക്ക് പ്രാധാന്യം നൽകിയ നാടാണ് മഅബർ എന്നതാണ് അതിന്റെ. മദീനയുടെ പ്രത്യേകത എന്താ? സയ്യിദുനാ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പോലത്തെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോലത്തെ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ ദർസിന് വളരെ പ്രാധാന്യം നൽകി പോന്നിരുന്ന ഒരു നാടാണ് മദീന. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന ഹബീബുനാ റസൂലുള്ളാഹി. ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൽമിന്റെ മേലെ പോണ ഒരു കാര്യമില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ച ആളുകൾ ചെന്ന് ഇൽമിനെ കുറിച്ച് 10 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അർത്ഥശങ്കക്കിടയില്ലാത്ത തരത്തിൽ 10 മറുപടികളാണ് മദീനത്തുൽ ഇൽമി എന്ന് വിശേഷിപ്പിച്ച സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാളത്തെ സമൂഹത്തിന് നേതൃത്വം നൽകാനുള്ളവരാണ് ഉലമാക്കൾ എന്ന ബോധത്തോടുകൂടെ ഉലമാക്കളോട് ആളുകളും പെരുമാറേണ്ടതുണ്ട്. ഉലമാക്കളും അത് മനസ്സിലാക്കി തന്നെ പെരുമാറേണ്ടതുണ്ട്. നാളത്തെ സമൂഹത്തിന് നേതൃത്വം നൽകാനുള്ള മാതൃകായോഗ്യന്മാരായ പുരുഷന്മാരായി നമുക്ക് മാറാൻ കഴിയണം. അതിന് ഇത്തിബാഇനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇത്തിബാ എന്ന് പറയുന്നതും ഇത്വാഅത്ത് എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടാണ്. ഇത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണയാണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുകരണമാണ്. അനുസരിച്ചാൽ പോരാ, അനുകരിക്കണം. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് അതിന്റെ പിന്നിലെ ഹിക്മത്ത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കി പിൻപറ്റുന്നതാണ് ഈ ത്വാഅത്ത്, അനുസരണം. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, പറഞ്ഞാൽ അതേമാതിരിയാണ് കേൾക്കുക. അതിന്റെ പേരാണ് ഇത്തിബാ എന്ന് പറഞ്ഞത്. മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വാപ്പാനെ കൊണ്ട് അറിയപ്പെട്ട മക്കളും ചരിത്രത്തിലുണ്ടാവും, മക്കളെ കൊണ്ട് അറിയപ്പെട്ട വാപ്പാരും ചരിത്രത്തിലുണ്ടാവും, വാപ്പി മക്കളും അറിയപ്പെട്ടവരായതും ചരിത്രത്തിലുണ്ട്. അബൂ ഖുഹാഫ എന്ന പേരായ ഉസ്മാൻ എന്ന് പറയുന്ന ആള് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന മകനെ കൊണ്ട് അറിയപ്പെട്ട ആളാണ്. അബൂ സാലിഹ് എന്ന പേരായ ആള് ഗൗസുൽ ആലം എന്ന മകനെ കൊണ്ട് അറിയപ്പെട്ട ആളാണ്. വാപ്പാനെ കൊണ്ടറിയപ്പെട്ട മക്കളും ഉണ്ട്, വാപ്പി മകനും അറിയപ്പെട്ട ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പിയും മകനും അറിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. വാപ്പ ഒരു വലിയ സംഭവമാണ്, മകൻ അതിനേക്കാൾ വലിയൊരു സംഭവമാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ല എന്നവരെയും കൂട്ടിയിട്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ വന്നു. സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, സഹാബത്തെ ഞാൻ നിങ്ങളോടൊരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ചോദിച്ചോളി പറഞ്ഞു. അതിൽ പറഞ്ഞു, കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ട് അല്ലാഹു റസൂലുഹു അലം എന്ന് പറഞ്ഞു. രണ്ടുകൊണ്ടും ആവട്ടത്. ഒന്നുകിൽ അവർക്ക് പെട്ടെന്ന് അതിന്റെ മറുപടി ദിഹിനിൽ തബാദുർ ആയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സഹാബത്തിന്റെ ഒരു രീതി എന്താ വെച്ചാൽ എന്ത് ചോദിച്ചാലും അല്ലാഹു റസൂലു അലം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടും ആയിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം. എന്തായാലും ഒരു പറഞ്ഞ മറുപടി അല്ലാഹു റസൂലുഹു അലം എന്ന മറുപടിയാ. സദസ് പിരിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഹപ്പാട് പറഞ്ഞു, "ഉപ്പാ, എനിക്ക് അതിന്റെ മറുപടി അറിയായിരുന്നു, ഞാനത് പറയാതിരുന്നതാണ്" എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ ചോദിച്ചു, "പൊന്നാന മനെ, എന്തെടാ 4 ആളെ ഇടയിൽ ഇജ്ജ് അതൊന്ന് പറയാഞ്ഞത്?
ബാപ്പാന്റെ കുട്ടി അത് അവിടെ നിന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുപ്പായൊക്കെ ഒന്നുകൂടി നേരാക്കിയിട്ട് അവിടെ ഇരിക്കൂലായിരുന്നു. നമ്മളെ മലപ്പുറം ഭാഷയൊക്കെ മാറ്റിയതാണ് കേട്ടോ ഞാൻ ആ കഥ. അല്ല എന്നാലല്ലേ നമ്മക്ക് ശരിക്കും തിരിയുള്ളൂ, അതുകൊണ്ടാണ് മാറ്റിയതാണ്. ഇജാതാണ്ട് പറഞ്ഞാല് നാലാളെ ഇടയില് എന്റെ മോൻ 2 വർത്താനാണ് പറഞ്ഞ ഞാന് ഒന്നുകൂടി ഉഷാറായിട്ട് ഇരിക്കൂലേന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞുപ്പ, ഇന്റെ വാപ്പയായ ഇങ്ങള് ഉമർ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ മകനായ ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എല്ലാ മറുപടി എല്ലായിടത്തും പറയാനുള്ള ഒന്നല്ല, ചില മറുപടി ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ്. രസം എന്താ വെച്ചാല് പിറ്റേന്ന് രാവിലെ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ മുത്തുനബിയോട് പറഞ്ഞു, പൊന്നാര നബിയെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചു? ഇന്നലെ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ, കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിന്റെ പേര് പറയും. സംഗതി അത് ഈത്തപ്പനമരാണ് കേട്ടോ. കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിന്റെ പേര് പറയുന്നു പറഞ്ഞില്ലേ, ഞങ്ങളാർക്കും കിട്ടിയില്ല. അവസാനം നിങ്ങൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് പറഞ്ഞു. പോകുമ്പോ എന്റെ ചെറുക്കൻ എന്നോട് പറയാണ്, വാപ്പ എനിക്കത് അറിയായിരുന്നു. ഞാൻ ഓനോട് ചോദിച്ചു, എന്തേടാ അത് പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, എന്റെ വാപ്പ ഉമർ ഉത്തരം കിട്ടാതിരിക്കണോണ്ട് ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ഒന്ന് ചിരിച്ചു. എന്താ ചിരിന്റെ അർത്ഥം? അങ്ങനെ തന്നെയാണ് ഉമ്മറെ വേണ്ടത് എന്നാണ് ആ ചിരിയുടെ അർത്ഥം. എല്ലായിടത്തും പറയാനുള്ളതല്ല. ഇത് വാസ്തവത്തിൽ ഒരു അദബ് പഠിപ്പിച്ചതാണ്. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് തോന്നിയാല് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദബ് പഠിപ്പിച്ചതാന്നാ തോന്നുക. സംഗതി അങ്ങനല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അദബ് പഠിപ്പിക്കുന്നത്. എല്ലായിടത്തും എല്ലാതും പറയാൻ പറ്റൂല, പറയേണ്ട സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യവും അറിയാനുള്ളതല്ല, അറിയണതൊക്കെ പറയാനുള്ളതുമല്ല. എല്ലാ വിഷയവും അറിയാനുള്ളതൊന്നല്ല. ചില കാര്യങ്ങൾ അറിയാതിരിക്കാനുള്ളതായിരിക്കും. അറിയുന്ന എല്ലാ വിഷയവും പറയാനുള്ളതുമല്ല. ചില വിഷയങ്ങൾ ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ്. ഏതാണ് പറയാനുള്ളത് ഏതാണ് പറയാതിരിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് നല്ല ബോധം വേണം. ഒരു മനുഷ്യനെ പിശാച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കും അവന്റെ നാവുമ്മയിക്കാരെന്നാണ്. ആവശ്യമില്ലാത്തോടത്ത് ന്യായം പറയുമെന്നതാണ് ഇൽമിൽ പിശാച് സ്വാധീനിച്ചാൽ ഉണ്ടാകുക. ഒരു മനുഷ്യന്റെ വിവരത്തിൽ ശൈത്താൻ സ്വാധീനിച്ചാൽ, ലാനത്താക്കപ്പെട്ട ഇബ്ലീസിന് വലിയ വിവരം ഉണ്ടായിരുന്നു, ഭയങ്കര വിവരമായിരുന്നു ലാനത്തുല്ലാഹി അലൈഹി, ഭയങ്കര വിവരാ. ഓന്റെ വിവരം കേടുന്നു. വിവരം കേടുന്നപ്പോ എന്തുണ്ടായി? ഒരു ന്യായം പറഞ്ഞു. എന്തേ പറഞ്ഞ ന്യായം? ആദമിനെ മണ്ണുകൊണ്ടും ഇന്ന തീ കൊണ്ടും പടച്ചതല്ലേ, മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട സാധനം തീയല്ലേ, എന്ത് വർത്താനാ പടച്ചോനെ പറഞ്ഞത്? തീ കൊണ്ട് പടച്ച ഞാൻ മണ്ണുകൊണ്ട് പടച്ച ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയോ? ഇതാണ് ചോദ്യം. സംഗതിയിൽ മണ്ണിനേക്കാൾ ഒരുപാട് പ്രാധാന്യം തീയിനുണ്ട്. ഒരു സാധനം കേടെന്നാല് അത് മണ്ണോണ്ട് ശുദ്ധിയാക്കും. ചില സാധനങ്ങളൊക്കെ മണ്ണോണ്ടാ ശുദ്ധിയാക്കുക. വേറെ ചില സാധനം കേടെന്നാല് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ കേടെന്നാല് തീ കൊണ്ടാ ശുദ്ധിയാക്കുക. ഉദാഹരണം സ്വർണം. ബിക്കീരിൽ ബലായബ്ദു മിനത്തിബിരി ഹുസ്നുഹു വയബ്ദു നുഹാസുൻ നഹ്സി ഫീ കുല്ലി മിഹ്നതി. സ്വർണം ശുദ്ധിയാക്കൽ തീ കൊണ്ടാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നത് തീയാണ്. അപ്പൊ തീയിന് കുറെ പ്രാധാന്യമുണ്ട്. അഗ്നിശുദ്ധിയെയാണ് ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത്. അഗ്നിസ്ഫുടതയാർന്ന ശരീരം എന്ന് പറയും, അഗ്നിസ്ഫുടതയാർന്ന പ്രസംഗം എന്ന് പറയും, അഗ്നിസ്ഫുടതയാർന്ന മനസ്സ് എന്ന് പറയും. അപ്പൊ തീയിന് വളരെ പ്രാധാന്യമുണ്ട്. മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത് എന്നുള്ള വിവരം പിശാചിലുണ്ടായിരുന്നു. ആ വിവരം പറയേണ്ട സ്ഥലത്തല്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ അബദ്ധം. ഇൽമിൽ പിശാച് പിടികൂടിയാൽ അവന്റെ വിവരം ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടില്ല എന്നതാണ് സംഭവിക്കുക. ശൈത്താൻ പിടികൂടാത്ത വിവരം വേണം.